ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഈ കർക്കിടക മാസം കർക്കിടക കഞ്ഞി കുടിച്ച് എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കണേ. ഈ കർക്കിടക കഞ്ഞി എങ്ങനെ രുചികരമായി ഉണ്ടാക്കാം എന്നാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ പറയണത്. ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ, അത് വീഡിയോയിലൂടെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടി 3 ടേബിൾ സ്പൂണോളം ഉലുവ നന്നായിട്ട് കഴുകി ഓവർനൈറ്റ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സോക്ക് ചെയ്താണ് കേട്ടോ നിങ്ങളെ കാണിച്ചേക്കണത്. നമ്മൾ കഴുകിയതൊന്നും കാണിച്ചിട്ടില്ല, ലെങ്തി ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാട്ടോ അതൊന്നും കാണിക്കാതിരുന്നത്. ഉലുവ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്രതിരോധ ശേഷി കൂട്ടും, കൊളസ്ട്രോൾ കുറയ്ക്കും, ഷുഗർ ലെവൽ കുറയ്ക്കും, അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ വാതസംബന്ധമായ അസുഖങ്ങൾക്കും എല്ലാത്തിനും നല്ല ഗുണം ചെയ്യും കേട്ടോ നമ്മുടെ ഈ ഉലുവ. അതുകൊണ്ട് ഉലുവക്കഞ്ഞി ഇടയ്ക്കൊക്കെ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. കർക്കിടക മാസം വരാൻ കാത്തിരിക്കേണ്ട, ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് കുടിക്കാം കേട്ടോ. പിന്നെ ഞാൻ എടുത്തേക്കണത് ഞവര അരിയാണ് കേട്ടോ. നല്ല തവിടുള്ള അരി മാത്രമേ എടുക്കാവൂ, വൈറ്റ് റൈസ് ഒന്നും എടുക്കാൻ പാടില്ല. ഞാൻ ഏകദേശം ഒരു 100 ഗ്രാമോളം എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിവിടെ ആൾ കുറവായത് കൊണ്ടാണ് നമ്മളെല്ലാം ഈ ഉലുവയായാലും ഞവര അരിയായാലും കുറച്ച് എടുത്തേക്കണത്. നിങ്ങൾ ആൾ കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂട്ടണം കേട്ടോ അതിൻ്റെ. ഇപ്പം ഞാനിവിടെ ഒരു 3 വട്ടം നമ്മുടെ ഈ അരി കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഉലുവ ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഒരു 12 കുഞ്ഞുള്ളിയോളം ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളി ഒന്നും അരിയേണ്ട ആവശ്യമില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇടാം. നല്ല മണവും രുചിയൊക്കെ കിട്ടും കേട്ടോ ഇതിടുമ്പോൾ. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം കല്ലുപ്പാണ് കേട്ടോ. കല്ലുപ്പുള്ളവർ കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു കപ്പിൽ ഞാൻ 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരി കൂടുതൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 6 വിസിലോളം അടിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 1.5 കപ്പ് വെള്ളമൊക്കെ വേണം. 2 കപ്പ് അടുത്തായാലും കുഴപ്പമില്ല കേട്ടോ. നന്നായി ഇളക്കിയ ശേഷം അടച്ച് വെച്ച് ഒരു 6 വിസിലോളം അടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒട്ടും വെള്ളമില്ല, അടി പിടിച്ചിട്ടൊന്നുമില്ല, പക്ഷെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം കുറച്ച് കുറവായതിൻ്റെ പേരിൽ ഞാൻ 1 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്, കാരണം കുറച്ച് ചൂട് വേണ്ടേ. ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് നാളികേര പാലാണ് കേട്ടോ. 1-ാം പാൽ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ കേട്ടോ. നല്ല കട്ടിക്ക് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുള്ളൂ. അതിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്, 1/2 ഗ്ലാസ്സിൽ കുറവ് വെള്ളം അത് ഒഴിച്ചിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ഈ തേങ്ങാപ്പാൽ. ആൾ കുറവായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എല്ലാം കുറച്ച് എടുത്തത് കേട്ടോ. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഇളക്കുമ്പോൾ നല്ല മണം വരും കേട്ടോ. നല്ല എന്താ പറയുക, നമുക്ക് കഴിക്കാൻ തോന്നും. ഒരു പായസത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരും കേട്ടോ. നമുക്കിതിലോട്ട് വേണമെങ്കിൽ ഏലക്കപ്പൊടിയും ചുക്കുപൊടിയൊക്കെ ചേർക്കാം. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഒന്നും ചേർക്കുന്നില്ല. ഇത്ര മാത്രം സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഞാൻ അതിൽ ഉപയോഗിക്കണുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ഒരിക്കലും തിളപ്പിക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക മാത്രം മതി. നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക, ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ കർക്കിടക മാസത്തിലെ ഹെൽത്തി റെസിപ്പികളൊക്കെ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കാണണമെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇപ്പോൾ നമ്മുടെ കർക്കിടക കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒരു ബൗളിലോട്ട് മാറ്റാം. എത്ര എളുപ്പത്തിലല്ല നമ്മുടെ ഈ കർക്കിടക കഞ്ഞി തയ്യാറാക്കിയെടുത്തത്. അതുപോലെ വളരെ സ്വാദിഷ്ടമായ ഒരു കഞ്ഞിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മുടെ വീട്ടിലെ ചേരുവകൾ മാത്രം മതി കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും കഴിച്ചിരിക്കണം കേട്ടോ ഈ കർക്കിടക മാസം. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.